We're going to take a few minutes to meditate on God's word this morning. വളരെ സുപരിചിതമായ ഒരു വേദഭാഗം ശാന്തമായി ചിന്തിച്ചതിന് ശേഷമായിട്ട് പ്രാർത്ഥിച്ച് തുറന്നുള്ളതായ ശുശ്രൂഷയിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുക. I want to get into the words after sharing some very familiar verses. Let's turn our Bibles to Gospel of John, chapter 3, verse 16. വളരെ സുപരിചിതമായ ബൈ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു വേദഭാഗം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. We're going to go read one of the most familiar verses in all the Bible, John 3, verse 16. Shall we read some? Amen. Please read that also in English. Somebody. For God so loved the world that he gave his only begotten Son, that whosoever believeth in him should not perish but have everlasting life. Amen. Amen. ബൈബിളിലെ ഗ്രേറ്റസ്റ്റ് വേഴ്സ് ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ജോൺ 3:16 ആണെന്ന്. If you ask me what is Bible's greatest verse, I will tell you that it's John chapter 3, verse 16. നാം ചുറ്റുപാടും നോക്കിയാൽ സകലതും തകിടം മറിയുന്നതിൻ്റെ ഒരു പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും വഴിയില്ലാത്ത സാഹചര്യത്തിൽ ആയിരിക്കുമ്പോൾ ഈ വചനം നമുക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നതാണ്. When you look around and you see like there are things which seem hopeless and which there seems like it's not going to progress, this verse will give you hope. ഈ വചനം നമുക്ക് നിത്യജീവൻ നൽകുന്ന ദൈവവചനമാണ്. This verse is the one that will give you eternal life. ക്രിസ്തുയേശുവിലുള്ള രക്ഷയെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗം. This verse is one that specifically talks about the salvation from Christ. അനേകായിരങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള, അനേകരെ രക്ഷയിലേക്ക് നയിച്ചിട്ടുള്ള, നിത്യജീവൻ അവകാശിയാക്കിയിട്ടുള്ള ഒരു വേദഭാഗമാണ് ഈ വേദഭാഗം. This verse is one that has attracted many people across the world, that has brought people to Christ, that has brought people to salvation. ഈ വേദഭാഗം എഴുതിയ സൈൻ ബോർഡുകളൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമുക്കറിയാം, ഇന്ന് സൂപ്പർ ബോൾ സൺഡേ അവിടെയും നമുക്ക് ഈ സൈൻ ബോർഡുകൾ കാണാം. അതുപോലെ ബ്രേസ്ലെറ്റും ഹാൻഡ് ബാൻഡ്സും ഒക്കെ ഉള്ളതായ ഈ വാക്യങ്ങൾ എഴുതി ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വാക്യങ്ങൾ രേഖപ്പെടുത്തിയ ബ്രേസ്ലെറ്റുകളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാറുണ്ട്. You've seen this verse many places, from bracelets all the way up to billboards, and even on Super Bowl Sunday you'll see that somewhere on the stadium today. ഈ വേദഭാഗം ബൈ ഹാർട്ടായിട്ട് അറിയാവുന്ന എത്ര പേരുണ്ട്? How many people know this verse by heart? എനിക്ക് തോന്നുന്നു ഞാൻ സൺഡേ സ്കൂളിൽ ആദ്യം പഠിച്ച വാക്യം, ബൈ ഹാർട്ട് ചെയ്ത മെമ്മറൈസ് ചെയ്ത വാക്യം ഈ വേദഭാഗമാണ്. This is the first verse that I memorized in Sunday school. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ സൺഡേ സ്കൂൾ PYPയുടെ ഒക്കെ ആനിവേഴ്സറിക്കും റാലിക്കുമൊക്കെ നിരത്തിലൂടെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയ വാക്യമാണ് ഈ വേദഭാഗം. You know, when I think back into my life when I was a kid, I remember that I used to go around with other people, with other children, and proclaim this verse in the midst of other people. ഈ വാക്യത്തിനൊരു എക്സ്പ്ലനേഷൻ്റെ, ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വാക്യമായി വേദഭാഗം. I feel like this verse does not need any other additional explanation. It is very clear that by reading the verse itself. നിങ്ങൾ ശ്രദ്ധിച്ച് മുമ്പിവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ അറിയാം. ഇതുവരെയും ഈ വേദഭാഗം കുറിവാക്യമായി വായിച്ച് ഞാനൊരു പ്രസംഗം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. You know, when I look back, when I see the people around me, that you might not remember me talking about this verse or using this verse as the key verse of a message. പക്ഷേ ഇതിലെ ആശയങ്ങളും വാക്യങ്ങളും അനേക തവണ ഞാൻ പ്രസംഗിച്ചിട്ടുള്ള വാക്കുകളാണ്. But I've used this verse in many speeches that I've made here. പുതിയ നിയമ സന്ദേശങ്ങളെല്ലാം തന്നെ ഈ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്. Many of the messages in the New Testament are based on this verse. ദൈവസ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ വീതി, അതിൻ്റെ നീളം, അതിൻ്റെ ഉയരം എല്ലാം ഈ വാക്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്.
You know, this verse specifically contains the love, the breadth, the depth, the length, and the height. That all of God's love is pretty much, you can see it in this verse. ഈ വാക്യം ആരംഭിക്കുന്നത് തന്നെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. You know, the verse starts with this, for God. ഇതിന്റെ ആരംഭ ഭാഗത്ത് ഈ 3-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്കുകളിൽ നമുക്കറിയാം നിക്കോദീമോസുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് നമ്മൾ അതിന്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കുന്നത്. When you look at this chapter, you can see that Jesus is having a conversation with Nicodemus. അവരുടെ ഉപദേഷ്ടാവായിരുന്ന ടീച്ചറായിരുന്ന നിക്കോദീമോസിന് യേശു കർത്താവ് വീണ്ടും ജനനത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. You know, when they were conversing with Nicodemus, you know, when Jesus was talking about it, Nicodemus did not understand what it meant to be born again. യേശു നിക്കോദീമോസിനോട് പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ പുതിയതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. You know, Jesus specifically tells to Nicodemus that, you know, if you're not born again, you won't be able to enter the kingdom of God. പള്ളിപ്രമാണിയായ യായിറോസിന് ചരിത്രങ്ങളൊക്കെ അറിയാം, സ്ക്രിപ്ചറൊക്കെ നന്നായിട്ട് അറിയാം, എന്നാൽ വീണ്ടും ജനനത്തെക്കുറിച്ചുള്ളതായ മർമ്മം മനസ്സിലായില്ല. You know, when these the teachers, they know very well the Old Testament, pretty much the law, but they don't know much about being born again or salvation. തുടർന്ന് യേശു കർത്താവ് നിക്കോദീമോസുമായിട്ടുള്ള സംവാദം അല്ലെങ്കിൽ ആ ഒരു സംഭാഷണം തുടരുന്നതാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത്. 14-15 വാക്യങ്ങളൊക്കെ നോക്കിയാൽ അവിടെ പഴയ നിയമത്തിൽ സംഭവിച്ച ഒരു വിഷയത്തെ ആസ്പദമാക്കി യേശു കർത്താവ് ഒരു വിശദീകരണം നൽകുന്നുണ്ട്. You know, here in 14 and 15 you can see that Jesus is trying to talk to Nicodemus about something that was based off of an incident or something that happened in the Old Testament. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഈ വാക്യങ്ങൾ വീണ്ടും ഒരു വിശദീകരണമായിട്ട് യേശു കർത്താവ് നിക്കോദീമോസിന് നൽകിയ. You know, so when he talks about how Moses raised the bronze serpent in the desert, just like that, the Son of Man needs to be raised, and you know they're talking specifically about how the Son of Man will provide deliverance to the entire mankind. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ചരിത്ര സംഭവം നമ്പേഴ്സ് സംഖ്യാപുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ കാണുന്നതായ ചരിത്ര സംഭവമാണ്. ആ വിഷയം നിക്കോദീമോസിന് തീർച്ചയായിട്ടും നല്ല അറിവുള്ള വിഷയമാണ്. You know, here specifically they talk about the incident that happened in Numbers chapter 21, and Nicodemus really, he knows very well what happened in Numbers 21. എന്നാൽ ഈ വാക്യത്തെ, ഈ ചരിത്രത്തെ യേശുവുമായിട്ട് കണക്ട് ചെയ്തതാണ് നിക്കോദീമോസിന് മനസ്സിലാകാതെ വന്നത്. You know, what specifically Nicodemus did not understand is how this incident is connected, or how it was connected to Jesus. ആ ഒരു ഇൻസിഡന്റിലൂടെ, ആ വാക്യത്തിലൂടെ യേശു കർത്താവ് തൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചും അതിലൂടെ ലോകത്തിനുണ്ടാകുവാൻ പോകുന്നതായ വീണ്ടും ജനനത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിത്യജീവനെക്കുറിച്ച് വിശദീകരിച്ചിട്ട് പറഞ്ഞ വാക്കാണ് 16-ാമത്തെ വാക്യം. You know, what's verse 16 is what Jesus talks specifically about, connecting this, and talks about his own crucifixion and how he is able to save mankind. For God so loved the world. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. God so loved the world. സാധാരണ രീതിയിൽ ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ God loved the world എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. You know, when you can see that, you know, if you actually like look into this verse, you know, it could have been said God just loved the world, but instead it says for God so loved the world. അതിന്റെ കൂടെ ആ so ഇത്രയധികം സ്നേഹിച്ചു എന്ന് പറയേണ്ടതായ ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ നാം മനസ്സിലാക്കുവാൻ വേണ്ടി, എൻ്റെ ദൈവം എന്നെ നിങ്ങളെ സ്നേഹിച്ചതിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവാത്മാവിടെ ഓർപ്പിച്ചിരിക്കുക. God so loved the world. You know, when you think about it, you can assume that maybe like there was no need to add that so over there, but to provide emphasis on how much God loved us. That's why it says for God so loved the world. ആ വാക്യം ആരംഭിക്കുന്നത് തന്നെ God, ദൈവം ലോകത്തെ ഇത്രയ്ക്ക് സ്നേഹിച്ചു എന്ന് പറഞ്ഞ. The verse itself starts with for God so loved the world. നമുക്കറിയാം ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ ഉൽപ്പത്തി പുസ്തകം 1:1 തന്നെ നമ്മൾ വായിക്കുന്നത് ആദിയിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. Even when you read the Bible in the beginning, like in Genesis chapter 1 verse 1, it says in the beginning God
did so and so. സാധാരണ രീതിയിൽ എഴുതേണ്ടിയത് ദൈവം ഉണ്ടായിരുന്നു, ആ ദൈവം ഇന്നതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ സാധാരണ രീതിയിൽ എഴുതി തുടങ്ങേണ്ടിയത്. എന്നാൽ അങ്ങനെയല്ല. ബൈബിൾ ആരംഭിച്ചിരിക്കുന്നത് ദൈവം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യേണ്ട കാര്യം ദൈവത്തിനില്ല. When you say that, it could have been like, God was there. But, when you see that, there was no reason for the Bible to itself prove that God exists. ദൈവം ചെയ്ത പ്രവൃത്തികളെ പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. What the Bible itself starts with the activities of God. ദൈവത്തെ ലാബിൽ ടെസ്റ്റ് ട്യൂബിൽ ഒന്നും ടെസ്റ്റ് ചെയ്ത് അറിയേണ്ടതല്ല, ദൈവത്തെ അനുഭവിച്ചറിയേണ്ടതാ. God is not someone that you test or you need to run some experiments or understand scientifically. God is someone who you need to experience personally. നമുക്ക് വിശ്വസിക്കത്തക്ക നിലയിൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം വരച്ചു കാണിച്ചിരിക്കുക. Even in front of your eyes, you can see God's activities, very well happening in your eyes. 19-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഓർപ്പിച്ചിരിക്കുന്നത് ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. In Psalm 19 verse 1, you can see that the heavens declare the glory of God, the skies proclaim the work of his hands. 139-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യത്തിലും മനുഷ്യനെ കുറിച്ച് അത്ഭുതവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗത്തും അവിടെയും നമ്മൾ വായിക്കുന്നത് 119-ന്റെ 14-ാമത്തെ വാക്യം മനുഷ്യനെ Psalm 139 verse 14, I praise you because I am fearfully and wonderfully made. Your works. ഭയങ്കരവും അതിശയകരവുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുക. God has created man in fearfully and wonderfully. അങ്ങനെയെങ്കിൽ ഇന്ന് കാണുന്നതും കാണാത്തതുമായ സകലത്തെയും വാക്കുകൊണ്ട് കൽപ്പിച്ചാക്കി അതാത് സ്ഥലങ്ങളിൽ നിർത്തിയിരിക്കുന്ന സർവശക്തനായ ഒരു ക്രിയേറ്റർ ഗാഡ് ഇതിന്റെ പിന്നിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ ചിന്തിക്കുന്ന ആർക്കും ദൈവത്തെ സംശയിക്കേണ്ടതായിട്ട് വരത്തില്ല. When you look at the things around us, the visible and the invisible, it is very easy to believe in the creator, the God who has created all these things. എന്നാലും ദൈവത്തെ വിശ്വസിക്കാത്ത ദൈവമില്ലെന്ന് പറയുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക. Even despite all that, the number of atheists are increasing day by day. അങ്ങനെയുള്ളവര് യാഥാർത്ഥ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുകയാ, സത്യത്തെ മറയ്ക്കാൻ നോക്കുകയാ. The people who don't believe are people who are just ignoring the truth, who are just trying to cover it up. അങ്ങനെയുള്ളവരെ ബൈബിൾ വിളിക്കുന്നത് 14-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ മൂഢനെന്ന. For people like that in Psalm 14, they're called as the fool says in his heart, there is no God. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. The fool says in his heart, there is no God. ആ കാലഘട്ടത്തിൽ അവർ ഹൃദയത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമല്ല മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യുകയാ ദൈവമില്ലെന്നുള്ള കാര്യം. Back in the day, people used to say that in their own heart, but now, it is out in the open. They go out there and proclaim it. കാലാകാലങ്ങളിൽ ഈ ദൈവത്തെ അറിയുവാൻ, ഈ ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദൈവം എൻ്റെ സ്വന്തമായിട്ട്, ദൈവം എൻ്റെ പിതാവായിട്ട് അംഗീകരിക്കുവാൻ ഇടയായ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. I thank God for people who are able to accept God and put God in their heart and put God first. ഒരു കൂട്ടര് ദൈവമില്ലെന്ന് വിളിച്ചു പറയുമ്പോൾ മറ്റൊരു കൂട്ടര് പറയുകയാ, അവര് പാടുകയാ, ദൈവം മരിച്ചുപോയി, ഗോഡ് ഈസ് ഡെഡ് എന്ന് പറയുന്ന മറ്റൊരു കൂട്ടരുണ്ട്. There are other people who are praising God, but at the other time there are people who are saying God is dead. അങ്ങനെ ഒരാൾ ഒരിക്കൽ ബില്ലി ഗ്രഹാമിനോട് ചോദിച്ചു, നിങ്ങൾ ഈ പ്രസംഗിക്കുന്നതൊക്കെ ഒന്നും ശരിയല്ല, ഈ ദൈവം മരിച്ചുപോയി എന്ന് ബില്ലി ഗ്രഹാമിനോട് ഒരാൾ ചോദിച്ചു. As you know, so specifically, like back in the day, about the preacher, Reverend Billy Graham. There was a person who went up to him and talked to him and said that, the person that you're preaching about, that person, God is dead. ആ മനുഷ്യനോട് വളരെ ശാന്തമായി ബില്ലി ഗ്രഹാം പറഞ്ഞു, അതെനിക്ക് അറിയത്തില്ല, പക്ഷേ one thing I know, but I spoke to him this morning. I don't know about what you're saying, but one thing I know for sure, Billy Graham said that I spoke to him this morning. ഈ ദൈവം എന്തു ചെയ്തെന്ന ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. What we read in this specific words was what God specifically did. സകലത്തെയും ഉണ്ടാക്കിയ സർവശക്തനായ കർത്താവ് ദൈവം നമ്മെ അത്രയ്ക്ക് സ്നേഹിച്ചു.
You know, the God who created everything that you see and do not see, God loved us so much. ഇതുപോലെ സ്നേഹിച്ച ഒരു ദൈവം, ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവം, അതാ ബൈബിൾ തരുന്ന ദൈവം. You know, the God of the Bible is a God who loves us so much. നാം 1 യോഹന്നാന്റെ ലേഖനത്തിൽ 4:16 ദൈവം സ്നേഹം തന്നെ എന്നാ വായിക്കുന്നത്. You know, we can read in 1 John 4:16, and so we know and rely on the love God has for us. God is love. നാം ഈ ലോകത്ത് അനേക ദൈവങ്ങളെ കാണാറുണ്ട്. ആ ഇമേജസ് ഒക്കെ പലയിടത്തും പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ടാൽ ഭയം തോന്നുന്ന, പേടിപ്പിക്കുന്ന രൂപങ്ങളാ പല ദൈവങ്ങൾക്കും. You know, when we see there are many deities, there are many gods in this world, but when you look at them, when you see the images, you can see that some of these gods are provoke fear. എന്നാൽ ഈ ദൈവം, നാം സേവിക്കുന്ന ദൈവം, നമ്മെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ദൈവമാണ്. But the God that we serve is a God that loves us so much. സ്നേഹത്തിന് അനേക വാക്കുകൾ ഒറിജിനൽ ഭാഷയിൽ ഗ്രീക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. There are many words to describe love in Greek. അതിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പദം അഗാപ്പെ എന്ന വാക്കാ. And here what is given specifically is the word agape, A selfless, unconditional love എന്ന വാക്കിന്റെ അർത്ഥം. which means selfless, unconditional love. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവൻ തന്ന് സ്നേഹിച്ച സ്നേഹം. You know, when you look at it in another words, you can specifically see that it is a love that gave his own life. നാമൊക്കെ പലരോടും ഐ ലവ് യു എന്നൊക്കെ പറയാറുണ്ട്. അതിനൊന്നും വലിയ ചെലവൊന്നുമില്ല, അത് വളരെ എളുപ്പമാണ് പറയാൻ. You know, when we say, you know, we might say the words I love you to other people, but you know, it doesn't mean a lot. എന്നാൽ നമ്മുടെ ദൈവം നമ്മെ സ്നേഹിച്ചത് വില കൊടുത്താ. But when God loved us, he paid a price for it. അതാ അഗാപ്പെ ലവ്. That is agape love. ദൈവസ്നേഹം ഫ്രീ ആണെങ്കിലും തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിയ ദൈവം നമ്മെ ഇത്രയ്ക്ക് സ്നേഹിച്ചത്. Even though the love of God is free, but God had to pay a price by giving his son on the cross as and had to die for that love. ആ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനശാലയാ ക്രൂശ്. യേശുവിനെ 3 ആണികളിൽ തൂക്കി ആ കാൽവറിയിൽ കിടക്കുന്നത്, അതാണ് യഥാർത്ഥമായ ദൈവസ്നേഹത്തിന്റെ പ്രദർശനം. The display of God's love is the crucifixion where Jesus had to hang on 3 nails on the cross. ദൈവമക്കളെ, എപ്പോഴാണ് നമ്മെ ദൈവം സ്നേഹിച്ചത്? When did God love us? നാം വിശുദ്ധരായിരുന്നപ്പോഴാണോ? When is it because we were pure? റോമാലേഖനം 5:8 നാം വായിക്കുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. We can read in Romans 5:8. You can see that, but God demonstrates his own love for us in this: while we were still sinners, Christ died for നാം us. പാപികളായിരിക്കുമ്പോൾ ഏത് കൊടും പാപിയെയും നമ്മുടെ ദൈവം സ്നേഹിക്കുന്നു. You know, when we were sinners, God loved us, even the most worst or despised sinner. മനുഷ്യ സ്നേഹങ്ങളൊക്കെ പലപ്പോഴും സെലക്റ്റീവാ. നമ്മെ സ്നേഹിക്കുന്നവരെ നാം സ്നേഹിക്കാറുണ്ട്. You know, man's love is very selective. We love people who love us back. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ആഴമെന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവസ്നേഹം. But God's love is one that loves everybody equally without any conditions. മക്കളെ, നാം മെച്ചമായത് കൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നാം മെച്ചമായത്. It's not because we were saying that God loved us, it's because that God loved us that we were pure. ദൈവസ്നേഹത്തിന്റെ മുമ്പിൽ ദൈവത്തിന് നിറവ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, വർഗ വ്യത്യാസമില്ല, വർണ്ണ വ്യത്യാസമില്ല. സകലരെയും ഒരുപോലെ സ്നേഹിക്കുന്ന സ്നേഹമാ ദൈവസ്നേഹം. God's love is unconditional. It does not discriminate based on color, race, creed, or whatever. God loves us all unconditionally. സ്നേഹിക്കാൻ കൊള്ളാവുന്നവരെയും സ്നേഹിക്കാൻ കൊള്ളാത്തവരെയും, പ്രാർത്ഥിക്കുന്നവരെയും പ്രാർത്ഥിക്കാത്തവരെയും, കൊടുക്കാത്തവരെയും എല്ലാം ഒരുപോലെ സ്നേഹിക്കുന്ന സ്നേഹമാ ദൈവസ്നേഹം. People who are worthy and people who are unworthy, people who give, people who do not give, God loves all of them equally. You may be poor or rich, younger or old, black or white, saint or sinner. God loves you. നമ്മുടെ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകളുണ്ട്. നമുക്ക് ചിലരെയൊക്കെ കൂടുതൽ സ്നേഹിക്കും, മറ്റു ചിലരെ കുറച്ച് സ്നേഹിക്കും. എന്നാൽ ദൈവസ്നേഹത്തിന് അങ്ങനെ ഒരു വ്യത്യാസമില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന സ്നേഹമാണ് ദൈവസ്നേഹം.
There might be shortcomings in our love. We might love some people more. We might love some other people less. But God's love is God loves everyone equally and unconditionally. നാം ചിലരെയൊക്കെ ചില കാലഘട്ടങ്ങൾ സ്നേഹിക്കും, അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ബ്രേക്ക് എടുക്കും, നമ്മൾ പിന്നെ കുറേ കാലത്തേക്ക് അവരെ മറക്കുക ചെയ്യുന്നത്. You know, when we look at our own lives, we can see that we love some people for some time, and then after a while you forget about them. എന്നാൽ ദൈവത്തിന് മാറ്റം വരാത്തതുപോലെ, ദൈവത്തിന് മാറ്റമില്ലാത്തതുപോലെ ദൈവ സ്നേഹത്തിന് മാറ്റം വരുന്നില്ല. Just like how God is an unchanging God, there is no change in God's love for us. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുമ്പോൾ പറയുന്ന വാക്കുണ്ട്, ഈ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും നിങ്ങൾ അനുഭവിച്ചറിയണം. In Ephesians 3, Paul talks about how you need to understand God's love, the depth of God's love, the breadth of God's love, and the height of God's love. ഈ ദൈവ സ്നേഹം അറിയുമ്പോൾ അതിനോട് അനുകൂലമായി പ്രതികരിക്കണം. You know, when you experience God's love, you need to respond to it favorably. ദൈവമക്കളെ, വാസ്തവമായും ദൈവസ്നേഹം തിരിച്ചറിയാത്ത ഒരാൾക്ക് സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല. You know, one person who is not able to experience or understand God's love, that person does not know what love means. യഥാർത്ഥമായി സ്നേഹിക്കണമെങ്കിലും ദൈവസ്നേഹം തിരിച്ചറിയണം. You know, if you need to love someone wholeheartedly, you need to understand God's love. God so loved the world that he gave. യേശുവിന് രാജാവായി ഭൂമിയിൽ വന്ന് സകല പാപികളെയും കൊന്ന് എല്ലാവരെയും നശിപ്പിക്കാമായിരുന്നു, എന്നാൽ ദൈവം അത് ചെയ്തില്ല. Jesus could have come to this earth as a king and could have destroyed all the sinners, but he did not do that. കാരണം സകലരും ഒരുപോലെ പാപം ചെയ്ത് ന്യായവിധിക്ക് മരണത്തിന് യോഗ്യരായിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവം തന്റെ പുത്രനെ അയക്കുമ്പോൾ രാജാവായിട്ടാ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. You know, when you can see that for all the people, for all the sinners in this world, Jesus was sent to this world as a king. യേശു രാജാവായിട്ടാ ജനിച്ചത്. Jesus was born as a king. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നാണ് ഹെരോദാവിനോട് വിദ്വാൻമാർ ചോദിക്കുന്നത്. When you look at this, you can see that how the wise men came to King Herod and asked, where is the king of Jews who was born? എന്നാൽ ഈ രാജാവായി കടന്നു വന്ന കർത്താവ് ന്യായം വിധിച്ചില്ല. But this king, Jesus, who came to this earth, did not provide or did not judge the world. പാപിയെ ശിക്ഷിച്ചില്ല, മറിച്ച് പാപിയെ സ്നേഹിച്ചു. He did not punish the sinner. Instead, he loved the sinner. ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. He loved the world so much. നമ്മെ സ്നേഹിച്ചു, He loved എന്നെ us. സ്നേഹിച്ചു, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. എനിക്ക് നിങ്ങൾക്കും വേണ്ടി കാൽവറിയിൽ തന്റെ സ്വന്തം ജീവൻ നൽകി. He loved me. He loved each and every one of us, and he gave up his life on the cross. അതാഗപ്പെ ലവ്, ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്ന സ്നേഹം. And that is agape love, a love that gives its own life for others. ചിലർ ചിന്തിക്കുന്നത് യേശു കാൽവറിയിൽ മരിച്ചതോടുകൂടി സകലർക്കും നിത്യജീവൻ നൽകിയെന്ന. You know, some people might think that after Jesus died on the cross that everybody has eternal life. സകലർക്കും നിത്യജീവൻ അവകാശമാക്കി കൊടുത്തു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. യേശു കാൽവറിയിൽ മരിച്ചതോടുകൂടി പാപം നീങ്ങി എല്ലാവരും സ്വർഗത്തിന് ഓഹരിക്കാരായി തീർന്നു എന്ന് ചിന്തിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമുണ്ട്. You know, there are people who tease that just because Jesus died on the cross, everybody's entitled to eternal life and everybody can get into heaven. അങ്ങനെയല്ല ഈ വാക്യം നമ്മൾ വായിച്ചത്. Whosoever believes. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. When you can see that specifically, but that's not how it says. When you look at John 3 verse 16, it says, whoever believes in him shall not perish. Whoever ആരെങ്കിലും വിശ്വസിച്ചാൽ അവർക്ക് നിത്യജീവൻ. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൽ യേശു കർത്താവിൽ വിശ്വസിച്ചാൽ അവർക്ക് നിത്യജീവൻ ഉണ്ടെന്നായി വാക്യം വായിക്കുന്നത്. This verse specifically says that whoever believes in him shall not perish but have eternal life. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്തിലേക്ക് കർത്താവ് വന്നത് സകലരെയും സ്നേഹിച്ചുകൊണ്ടാ. എന്തുകൊണ്ടാ പിന്നെ എല്ലാവരും രക്ഷിക്കപ്പെടാത്തത്? You know, have you ever thought about why Jesus came to this earth loving everybody, but why is everybody not saved? നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മെ സൃഷ്ടിച്ചത് സ്വതന്ത്രരായിട്ടാ.
You know, when you need one thing that you need to understand is that God created us and gave us a free will. കുറച്ച് റോബോട്ട്സിനെ അല്ല ദൈവം സൃഷ്ടിച്ചത്. നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാൻ, ഫ്രീ വില്ല് തന്ന് തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യം തന്ന ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയത്. You know, when you can see that God did not create us robots, but He gave us free will to choose our own destiny. The freedom that we have is coming, the one that God gave us. ആരുടെ മേലും ദൈവം രക്ഷ അടിച്ചേൽപ്പിക്കുന്നില്ല. നമുക്ക് ഫ്രീഡം തന്നു, രക്ഷിതാവിനെ നമുക്ക് വേണ്ടി അയച്ചു തന്നു. എന്നാൽ ആരെങ്കിലും അവനെ അംഗീകരിക്കാൻ തയ്യാറായാൽ, ഈ ദൈവസ്നേഹം അനുഭവിക്കാൻ തയ്യാറായാൽ, അംഗീകരിക്കാൻ തയ്യാറായാൽ അവർക്കാണ് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുന്നത്. God is not enforcing that love or that salvation on us, but it is instead saying that whoever believes in Him that shall not perish but have eternal life. ചോയ്സ് നമ്മുടെ ഭാഗത്താ. ഞാൻ ഈ ദൈവസ്നേഹം അംഗീകരിക്കണമോ? ഈ യേശുവിനെ എനിക്ക് വേണ്ടി ജീവൻ തന്ന, കാൽവറിയിൽ അകർത്തിയാഗമായി തീർന്ന, എൻ്റെ പാപത്തിന് പരിഹാരമായി കാൽവറിയിൽ അകർത്തിയാഗമായി തീർന്ന കർത്താവിനെ സ്വീകരിക്കണമോ? ആ ദൈവസ്നേഹത്തോട് നോ പറയണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനും നിങ്ങളുമാ. You know, that one thing that we need to understand is that we need to decide that do we need to accept God's love, for Jesus' love that who died on the cross for our sins. We need to accept that love. It is our choice. നമുക്കറിയാം, ഇന്ന് ലോകത്തുള്ള മിക്കവാറും രോഗങ്ങൾക്കൊക്കെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. You know, when we look at it, it's like, for many sicknesses there are medicines out there. എന്നാൽ ആ മരുന്ന് വാൾഗ്രീൻസിലുള്ളത് കൊണ്ടോ CVSൽ ഉള്ളത് കൊണ്ടോ രോഗിക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയത്തില്ല. But just because the medicine is at any of the pharmacies, that doesn't mean that the person is going to get healed. അല്ല, അത് വാങ്ങി നമ്മുടെ കബോർഡിൽ വെച്ചാലും നമുക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയത്തില്ല. Even if you buy it and put it on the shelf, you know, we won't be able to get healed. അത് നാം എടുത്ത് നമ്മുടെ സ്വന്തമായി അനുഭവമായി അനുഭവിക്കുമ്പോഴാണ് ശരീരത്തിൽ അത് വ്യാപരിക്കുന്നത്. Only if we take it and that's only when we experience the cure that comes from that medicine. കാൽവറി കുലക്കളത്തിൽ സകല രോഗത്തെക്കാളും വലിയ പാപരോഗത്തിന്, സാക്ഷാൽ രോഗത്തിന് ദൈവം മരുന്ന് ഒരുക്കി ജനത്തോട് പറയുക, നോക്കി സൗഖ്യം പ്രാപിക്കുക, വാങ്ങി ഭക്ഷിക്കുക, അനുഭവിക്കുക, സ്വന്തമാക്കുക, അങ്ങനെ നിത്യജീവൻ പ്രാപിക്കുക. അതാ ദൈവവചനം, ബൈബിൾ തരുന്ന മെസ്സേജ്. At the cross, we can see that Jesus died for the biggest sickness of them all, which is sin, and what God is telling us to look at the cross and accept Jesus and gain a cure from that the biggest disease of them all, which is sin. മനുഷ്യവർഗത്തിന് ഇത്ര വലിയ രക്ഷ ഫ്രീ ആയിട്ട് തന്നിരിക്കുക. God has given mankind this big salvation for free. അത് വിശ്വാസത്താൽ ഞാനും നിങ്ങളും ഏറ്റെടുത്ത് നമ്മുടെ സ്വന്തമാകണം. യേശു കർത്താവ് നമ്മെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി ജീവൻ തന്നപ്പോൾ നമുക്ക് തിരിച്ചു പറയാൻ കഴിയണം, ഐ ലവ് യു ലോർഡ്, ഐ ലവ് യു ടു. അത് പറയുവാൻ നമുക്ക് കഴിയണം. We need to accept that love that God has given us by dying on the cross, and we need to accept it, and we need to say back that I love you, God. ഏത് കൊടും പാപിക്കും ഈ ദൈവസ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും. അതിന് പെന്തക്കോസ്ത് ജനിക്കണമെന്നില്ല. Even the gravest sinner will be able to experience this love. Doesn't mean that they need to be born in a specific in ഏത് Pentecost. ജാതിയിലുള്ളവരെയും എൻ്റെ ദൈവം സ്നേഹിക്കുന്നു. God loves us even if you're no matter where you're from, what religion, wherever you're from. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലരൊക്കെ പറയും ഇത് വെള്ളക്കാരുടെ മാർഗമാണ്, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇത് കുറെ വൈറ്റ് ആൾക്കാരുടെ, യൂറോപ്യൻസിന്റെ സ്വന്തമാണെന്ന്. അല്ല, യേശു കർത്താവ് ജീവൻ നൽകിയത് ഭൂമിയുടെ മധ്യഭാഗത്താ. സകലരെയും സ്നേഹിച്ചുകൊണ്ട് ഭൂമിയുടെ മധ്യഭാഗത്ത് യേശു ജീവൻ കൊടുത്തത് സകലരെയും സ്നേഹിച്ചുകൊണ്ടാണ്. You know, some people might say that Christianity is a way of the white people of the Caucasians, but if you look at it, God died right in the middle of the earth just for that He can give His salvation free to the entire ചില mankind. പെന്തക്കോസ്തുകാരെങ്കിലും ചിന്തിക്കുന്നുണ്ട് പെന്തക്കോസ്തുകാരെ മാത്രം സ്നേഹിക്കാനാണ് യേശു വന്നതെന്ന്. Some people even Pentecostal, even Christians might think that Jesus died for our sins just for us. അല്ല, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ജൈന മതക്കാരെയും എല്ലാം എൻ്റെ യേശു സ്നേഹിക്കുന്നു. Like no matter what religion you're from, Jesus loves you. മറ്റു ചിലരൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ഇപ്പോൾ ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡൊക്കെ കണ്ടിട്ട് ദൈവം സ്നേഹിക്കുന്ന അമേരിക്കക്കാരെ മാത്രമാണെന്ന് തോന്നാറുണ്ട്.
Sometimes I think that, sometimes we might think that when we look at the things that are happening in this world, like Jesus or God loves only Americans. അല്ല, ദൈവം ഇന്ത്യയെ സ്നേഹിക്കുന്നു, ദൈവം ചൈനയെ സ്നേഹിക്കുന്നു, ദൈവം മിഡിൽ ഈസ്റ്റിനെ സ്നേഹിക്കുന്നു, ആഫ്രിക്കക്കാരെ ദൈവം സ്നേഹിക്കുന്നു. സകല ലോകത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന സ്നേഹമാ ദൈവ സ്നേഹം. But I want to tell you that God's love does not discriminate, and He loves each and every one of us equally, no matter where you're from. എന്നാൽ എവിടെ ആയിരിക്കുന്ന, ഏത് ജാതിയിൽ ജനിച്ചു, ഏത് രാജ്യത്ത് ജനിച്ചു എന്നുള്ളതിനേക്കാൾ ഈ ദൈവസ്നേഹത്തോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാ പ്രധാനപ്പെട്ട വിഷയം. But what matters is not where you're from or where you were born. What matters is how you react and experience this love. Whosoever believes in him shall not perish. അവരുടെ ഇസ്രായേൽ മക്കളുടെ അനുസരണക്കേടും മറുതലിപ്പും നിമിത്തം അവരുടെ മേൽ ദൈവം ന്യായവിധിയായിട്ട് അഗ്നി സർപ്പങ്ങളെ അയച്ച് അവരെ കടിച്ച് അവർ മരിച്ച് ഓരോരുത്തരായി മരിച്ചു വീഴുന്ന ഒരു സന്ദർഭത്തെ ഓർപ്പിച്ചിട്ടാണ് യേശു കർത്താവ് ഈ വാക്യം ഓർപ്പിക്കുന്നത്. Jesus specifically talks about this verse after talking about the background where Israelites were traveling in the desert and they disobeyed God, and God had to judge them by sending serpents in the desert. സംഖ്യാപുസ്തകം 21:4 മുതലുള്ള വാക്യങ്ങൾ ആ ഭാഗത്ത് മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതും അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവർ മോശ ഉയർത്തിയ ബ്രൗൺ സർപ്പത്തെ നോക്കിയവർ സൗഖ്യം പ്രാപിച്ചതുമായ ചരിത്ര സംഭവത്തെ യേശു കർത്താവ് ഓർപ്പിച്ചിട്ട് പറഞ്ഞ വാക്കുകളാണ് ഈ 16-ാമത്തെ വാക്യം. Well, Jesus reminding them of the specific incident where Moses, when the Israelites were getting bit by these serpents, how Moses had to raise the bronze serpent, and when people had to look at this bronze serpent, they were saved. Jesus is putting the context. This is the context that Jesus is talking when he talks to Nicodemus. മോശ അന്ന് മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ യേശു കർത്താവിനെ ഉയർത്തുവാൻ പോകുകയാണ്, ക്രൂശിൽ മരിക്കാൻ പോകുകയാണ്. ആ യേശുവിൽ നോക്കിയാൽ, ആ ക്രൂശിങ്കിലേക്ക് അടുത്തു വന്നാൽ, ആ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ചാൽ രക്ഷ സ്വന്തമാക്കുവാൻ കഴിയുമെന്ന് യേശു കർത്താവ് ഈ വാക്കുകളിലൂടെ വിശദീകരിക്കുകയായിരുന്നു. Well, Jesus was specifically trying to explain how the Israelites were able to look at the bronze serpent and were able to get saved from the bite that they got from the very venomous snakes. Just like that, if you look at Jesus who died on the cross, you'll be able to gather and get that same salvation. റോമർ 3:23 നമ്മൾ വായിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് എല്ലാവരും ഒരുപോലെ ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് അന്യപ്പെട്ടു പോയി. When you can see in Romans 3:23, there is no difference between the Jew and the Gentile, for all have sinned and fall short of the glory of God. 24-25 വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ, എന്നാൽ അവന്റെ കൃപയാൽ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നു. 25-ാം വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. But it doesn't end that way. It says in 24 and 25 that all are justified freely by His grace through the redemption that came by Christ Jesus. God presented Christ as a sacrifice of atonement through the shedding of His blood to be received by faith. He did this to demonstrate His righteousness because His forbearance. He had left the sins committed beforehand unpunished. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന 3-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളൂടെ ചേർത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ന്യായവിധി, എന്തുകൊണ്ട് ന്യായവിധി ഇല്ല, ആർക്കാണ് ന്യായവിധി, ആർക്കാണ് ന്യായവിധി ഇല്ലാത്തത് എന്ന ആ ഭാഗത്ത് വിശദീകരിച്ചിട്ടുണ്ട്. In John chapter 3 verse 18 onwards, you can see who gets judged and for whom there is judgment and from whom there is no judgment. ന്യായവിധി എന്തുകൊണ്ടാണ്? വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് കൊണ്ടാണ് ന്യായവിധി. Why is there judgment? It's because for loving darkness more than light. വെളിച്ചമായി ക്രിസ്തുവിനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ന്യായവിധി. It's because you were for not accepting Jesus who was light. അവന്റെ സ്നേഹത്തോട് അനുകൂലമായി പ്രതികരിക്കാത്തത് കൊണ്ടാണ് ന്യായവിധി. There's judgment because of not reacting to the love of God. ഇന്ന് പകൽ ദൈവമക്കളെ, നാം ഈ ദൈവവചനം കേട്ടതുകൊണ്ട് വായിച്ചതുകൊണ്ട് മെമ്മറൈസ് ചെയ്തുകൊണ്ട് രക്ഷ പ്രാപിക്കണമെന്നില്ല. One thing I want to remind you, dear people, is that you need to not be saved just by memorizing or reading these verses. നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ വിശ്വസിക്കണം.
യേശു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കണം, അത് ഏറ്റുപറയണം, അത് അംഗീകരിക്കണം. അവർക്കാണ് നിത്യജീവൻ ദൈവം ഒരുക്കുന്നത്. But I want to tell you that eternal life is for people who accept and Jesus as the Savior into their lives. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. If you believe in Jesus and say that you accept Jesus as your Savior in your heart, you will get saved. 3:16 നമ്മൾ വായിച്ചു, whosoever believes in him shall not perish but have eternal life. പിതാവായ ദൈവം തൻ്റെ ഓമനപുത്രനെ മരിക്കാൻ ഏൽപ്പിച്ചത് പുത്രനോടുള്ള വിരോധം കൊണ്ടല്ല, നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ്. You know, one thing you want to realize is that God did not let Jesus die on the cross because he did not like Jesus. ചിലർ ചിന്തിക്കും, പിതാവായ ദൈവത്തിന് തൻ്റെ ഏകജാതനായ പുത്രനോട്, ഏക മകനോട് എന്തോ വിരോധമുള്ളത് കൊണ്ട് കാൽവറിയിൽ മരിക്കാൻ വിട്ടുകൊടുത്തതാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. Some people think that, you know, God let Jesus die on the cross because he had something against him. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഒന്നിലധികം പ്രാവശ്യം പിതാവായ ദൈവവും തൻ്റെ പുത്രനുമായിട്ടുള്ള ദൃഢമായ സ്നേഹ ബന്ധത്തെ പ്രതിപാദിക്കുന്ന പല വാക്യങ്ങൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയുണ്ട്. But there are many verses just in this book of John that you can see where the close bond that God and Jesus has. യോഹന്നാൻ സുവിശേഷം 3:35 പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. In John 3:35 you can read, the Father loves the Son and has placed everything in his hands. 5:20 പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുന്നു. In John 5:20 you can see, for the Father loves the Son and shows him all he does. 10:17 എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. In John 10:17 you can read, the reason my Father loves me is that I lay down my life only to take it up again. 15:9 പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിക്കുവീൻ. In John 15:9 you can read, as the Father has loved me, so have I loved you, now remain in my love. Chapter 17:24 പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്ക കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. In John 17:24 it says, Father, I want those you have given me to be with me where I am and to see my glory, the glory you have given me because you loved me before the creation of the world. ഇത്രമാത്രം പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിച്ചെങ്കിൽ എന്തിനു വേണ്ടിയാണ് സ്വന്തം പുത്രനെ മരിക്കുവാൻ ഈ ഭൂമിയിലേക്ക് അയച്ച് കാൽവറിയിൽ മുഖം തിരിച്ചു കളഞ്ഞ്, പിതാവ് മുഖം തിരിച്ചു കളഞ്ഞ്, മുഖം മറച്ചു കളഞ്ഞ്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് ചോദിക്കുന്ന ആ ഒരവസ്ഥയിൽ ദൈവം പുത്രനെ മറന്നു കളഞ്ഞത് എന്തുകൊണ്ടാ? You know, why did God let Jesus come on this earth and let him die on the cross, and when Jesus died, why did he turn his head away? നമ്മുടെ പാപത്തിന് പരിഹാരം തരുവാൻ, നമ്മെ ദൈവമക്കളാക്കി തീർക്കുവാൻ, നമ്മെ സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുവാൻ, നമുക്ക് നിത്യജീവൻ തരുവാൻ എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി പുത്രനെ ഏൽപ്പിച്ചു തരികയായിരുന്നു. To save us from our sins and to give us a chance for eternal life. That is why God did it. ദൈവമക്കളെ, മോക്ഷം പ്രാപിക്കുവാൻ, നിത്യത പ്രാപിക്കുവാൻ, സ്വർഗത്തിലെത്തുവാൻ മറ്റൊത്തിരി വഴികളൊന്നുമില്ല. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ ബൈബിൾ തരുന്ന ആലോചന, ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുന്നത്, ഈ ദൈവം എന്നെയും നിങ്ങളെയും ഇത്രയ്ക്ക് സ്നേഹിച്ചു, പുത്രനിൽ കൂടെ മാത്രമേ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. The Bible says specifically that, you know, God so loved the world that whoever believes in him will have eternal life. അപ്പോസ്തലപ്രവൃത്തി 16-31 വാക്യത്തിൽ നമുക്കറിയാം, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന കാരാഗ്രഹ പ്രമാണിയുടെ ചോദ്യത്തിന് പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്. 16 അപ്പോസ്തലപ്രവൃത്തി 16-31 വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. In Acts 16:31, when you look at how Paul was in jail and the warden asked Paul specifically, how do I get saved? Paul says, believe in the Lord Jesus and you will be saved, you and your household. ഇത്രമാത്രം എന്നെ സ്നേഹിച്ച
ഇത്രയധികം എന്നെ സ്നേഹിച്ച, ജീവൻ തന്നു സ്നേഹിച്ച ഈ കർത്താവിനെ സ്നേഹിക്കുവാൻ ഇന്ന് പകൽ എത്ര പേര് തയ്യാറാകും? You know, how many people are here today to love Jesus, one God that loved us so much that laid down his own life for us? Worship team, please come.